ശ്രീ KP കുഞ്ഞാമതുകുട്ടി മാസ്റ്റർ, അങ്ങേക്ക് 8 മിനിറ്റ്. സർ, ഇവിടെ അവതരിപ്പിച്ച ധനാഭ്യർത്ഥനകളെ പിന്തുണക്കുകയാണ്. 2011 മുതൽ 16 വരെ ഒരു ഭരണം ഈ കേരളത്തിൽ ഉണ്ടായിരുന്നു. ആദരണീയനായ ഉമ്മൻചാണ്ടി നേതൃത്വം കൊടുത്ത ഭരണം ഓരോ കേരളത്തിലെ 140 മണ്ഡലങ്ങളോടും എങ്ങനെ വിവേചനം കാണിച്ചു എന്ന് ആ ഭരണകാലത്തെ അനുഭവങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. LDF പ്രതികരിക്കുന്ന മണ്ഡലങ്ങളോട് മുഴുവനും ക്രൂരമായ അവഗണനയായിരുന്നു അന്ന് കാണിച്ചിരുന്നത് എന്ന് കാണാം. ഈ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ബഹുമാന്യനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിവേചനരഹിതമായ ഒരു വികസന പരിപാടികൾ കാഴ്ചവെച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നത് സർക്കാരിൻ്റെ പ്രഖ്യാപിത നയമായി സൂചിപ്പിക്കുകയുണ്ടായി. അതിനനുയോജ്യമായ രൂപത്തിലുള്ള വികസന പരിപാടികളാണ് കഴിഞ്ഞ 9 വർഷക്കാലവും കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് അപ്പുറത്തുള്ളവർക്കും ബോധ്യമാവും. അവർ കാര്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് സംസാരിക്കുകയാണ്. അങ്കമാലി, പറവൂർ, ഹരിപ്പാട്, ഏറനാട് മണ്ഡലങ്ങളിൽ 8-9 വർഷക്കാലത്തിനിടയിൽ എത്ര കോടി രൂപയുടെ വികസന പ്രവർത്തനം നടന്നു എന്ന് അവിടെ നിന്ന് തുറന്ന് കണക്കുകൾ പറയാൻ തയ്യാറുണ്ടോ? എങ്കിൽ മനസ്സിലാകും ഇത് ബോധപൂർവമായ ഏതോ ഒരു കുലുകുലുവിൻ്റെ ഉപദേശമനുസരിച്ച് ഈ സഭയിൽ വന്ന് വ്യാജ പ്രചരണങ്ങൾ നടത്തി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ കരിവാരി തേക്കാൻ വേണ്ടിയുള്ള നടപടികൾ മാത്രമാണ് ഈ വിവേചനമെന്ന് ഈ മണ്ഡലങ്ങളിലെ കണക്കുകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നവകേരള സിറ്റിക്ക് വേണ്ടി മാതൃകാപരമായ പ്രവർത്തനമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൽ നടത്തിവരുന്നത് എന്നെല്ലാവർക്കും അറിയാം. ഒരു രാജ്യത്തിൻ്റെതായാലും സംസ്ഥാനത്തിൻ്റെതായാലും വികസനത്തിൻ്റെ അടിസ്ഥാനം കൃഷിയും വ്യവസായവും സേവനവുമാണ്. സേവന മേഖലയിൽ വമ്പിച്ച രൂപത്തിലുള്ള മുന്നേറ്റം നമ്മൾ സംഘടിപ്പിച്ചു. പക്ഷേ കാർഷിക രംഗത്തും വ്യാവസായിക രംഗത്തും ഉള്ള പിറകോട്ടടിയായിരുന്നു, പിന്നോക്കാവസ്ഥയായിരുന്നു കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഏറ്റവും പ്രധാനമായും ചർച്ച ചെയ്തിരുന്നത് എന്ന് കാണാൻ കഴിയും. വ്യാവസായിക രംഗത്ത് ബഹുമാന്യനായ P. രാജീവൻ്റെ നേതൃത്വത്തിലുള്ള വ്യവസായ വകുപ്പ് ഉജ്ജ്വലമായ മുന്നേറ്റം നടത്തി ലോകശ്രദ്ധയിലേക്ക് ഉയർന്നു വന്നു എന്നത് അഭിമാനകരമാണെന്ന് കാണാൻ കഴിയും. കാർഷിക രംഗത്തും നൂതനമായ പദ്ധതികൾ ആവിഷ്കരിച്ച് മുന്നോട്ട് പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദർഭമായി മാറിയിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. കേരളത്തിൽ കാർഷികോൽപ്പന്നങ്ങളിൽ സ്ഥിരവില ലഭിക്കുന്ന ഏക ഉൽപ്പന്നം നെല്ലാണെന്ന് നമുക്കെല്ലാം അറിയാം. നെല്ലിൻ്റെ ഉൽപ്പാദനം നമ്മളിവിടെ മെച്ചപ്പെട്ടതായി കാണാം. നെല്ലുൽപാദനം മെച്ചപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി ഏറ്റവും ശ്രദ്ധേയമായ ഒരു പദ്ധതി കൃഷിവകുപ്പ് ആവിഷ്കരിക്കേണ്ടായി തരിശുരഹിത കേരളം. കഴിഞ്ഞ 2 വർഷങ്ങൾക്കിടയിൽ 2500 ഹെക്ടർ സ്ഥലത്ത് പുതുതായി കൃഷിയിറക്കാൻ കഴിഞ്ഞു എന്നത് എടുത്തു പറയത്തക്ക നേട്ടമാണ്. കണ്ണൂർ ജില്ലയിലെ കുറുമാത്തൂർ പഞ്ചായത്ത് സംസ്ഥാനത്തെ ആദ്യത്തെ തരിശുരഹിത പഞ്ചായത്തായി പ്രഖ്യാപിക്കപ്പെട്ടു. കേരളത്തിലെ ചില മണ്ഡലങ്ങളും തരിശുരഹിതമാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. നെല്ലിന് മികച്ച വിലയാണ് ഇവിടെ നൽകുന്നത്. 28 രൂപയ്ക്ക് 20 പൈസ, കേന്ദ്രം 21 രൂപ 8 പൈസ 83 പൈസ നൽകുമ്പോൾ കേരളം 6 രൂപ 37 പൈസ നൽകുന്നു. നെല്ലിൻ്റെ സംഭരണ വിലയിൽ 1278 കോടി രൂപ കേന്ദ്രം കുടിശ്ശികയായി വെച്ചിട്ടുണ്ട്. കൃഷിക്കാർക്ക് വേണ്ടി ഇങ്ങനെ ഘോരഘോരം പ്രസംഗിച്ച തിരൂർ അംഗം ആ കാര്യം സൂചിപ്പിച്ചില്ലല്ലോ. എന്തേ അദ്ദേഹത്തിന് കേന്ദ്രത്തെ വിമർശിക്കുന്നതിൽ വിമ്മിഷ്ടം? ആ കാര്യം കൂടി പറയണ്ടേ? കേന്ദ്ര ഗവൺമെൻറ് അവഗണനയെ കൂടി തുറന്ന് പറയാൻ അദ്ദേഹം തയ്യാറാകേണ്ടതില്ലേ? UDF അക്കാര്യത്തിൽ മിണ്ടാറില്ല. LDFിനോടുള്ള വിരോധം മുഴുവനും കേരള ജനതയോടുള്ള വിരോധമായി അവർ വളർത്തിക്കൊണ്ടുവരുന്ന കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. കോഴിക്കോട് ജില്ലയിൽ ഏറ്റവും കൂടുതൽ നെല്ലുൽപ്പാദിപ്പിക്കുന്ന 2 താലൂക്കുകളാണ് കൊയിലാണ്ടിയും വടകരയും. ആ 2 താലൂക്കുകളിലുമുള്ള പ്രദേശങ്ങൾ അവളപ്പാണ്ടി, കരുവോട് ചിറ, വെളിയണ്ണൂർ ചെല്ലി, ചെറുതത്തൂർ ചിറ, വേളമായഞ്ചേരി, കുറ്റ്യാടി, തിരുവള്ളൂർ തുടങ്ങിയ പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് കൊണ്ട് കൃഷിക്കുപയുക്തമല്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. എൻ്റെ മണ്ഡലത്തിൽ 818 ഹെക്ടറിൽ നെൽകൃഷിയുണ്ട്. പക്ഷേ 370 ഹെക്ടറിൽ മാത്രമേ ഇപ്പോൾ കൃഷി ചെയ്യുന്നുള്ളൂ. 448 ഹെക്ടർ തരിശായി കിടക്കുകയാണ്. കുറ്റ്യാടിപ്പുഴയേക്കാൾ താഴ്ന്ന നിലവാരത്തിൽ നിൽക്കുന്നത് കൊണ്ട് മഴയൊന്ന് പെയ്തു കഴിഞ്ഞാൽ മുഴുവനും വെള്ളം മൂടിക്കിടക്കും. മഴ പിന്നോട്ട് പോയി കഴിഞ്ഞാൽ ജലം ചോർന്നു പോകും. അതുകൊണ്ട് ജലനിർഗമനത്തിന് ആ ശാസ്ത്രീയമായ സംവിധാനം ഏർപ്പെടുത്തിയാൽ എൻ്റെ മണ്ഡലം പൂർണ്ണമായും തരിശുരഹിതമായി മാറ്റാൻ കഴിയും. അതിനനുയോജ്യമായ ഒരു പദ്ധതിക്ക് ബഹുമാനപ്പെട്ട മന്ത്രി പ്രത്യേകം പരിഗണന നൽകണം എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. ശ്രദ്ധേയമായ ഒരുപാട് പദ്ധതികൾ കൃഷിവകുപ്പ് നടപ്പിലാക്കിയിട്ടുണ്ട്. ജനകീയ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിൻ്റെ ആവശ്യത്തിലേക്ക് ഞങ്ങളും കൃഷിയിലേക്ക് എന്ന പദ്ധതി ആവിഷ്കരിക്കുകയുണ്ടായി. 23,245 കൃഷിക്കൂട്ടങ്ങൾ അതിൻ്റെ ഭാഗമായി ഉയർന്നു വന്നു. ഈ കൃഷിക്കൂട്ടങ്ങളെ മുഴുവൻ ഉപയോഗിക്കുന്ന രൂപത്തിൽ
ഇവിടെ ഫലപ്രദമായി പ്രയോജനപ്പെടുത്താൻ കർഷക ഉത്പാദന സംഘടനകൾ രൂപീകരിച്ചു. 2026 മുമ്പ് 250 FPOകൾ എന്ന ലക്ഷ്യം കൈവരിക്കുമെന്ന പ്രതീക്ഷയിലാണ് നാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് കാണാൻ കഴിയും. ഇതേപോലെ തന്നെ സമഗ്ര കാർഷിക വികസനത്തിന് 2365.5 കോടി രൂപയുടെ പ്രത്യേക പദ്ധതിക്ക് ലോകബാങ്കിന്റെ അംഗീകാരം ലഭിച്ചു. അങ്ങേയറ്റം അഭിനന്ദനീയമായ ഒരു പരിപാടിയാണ്. 40 വർഷത്തിന് ശേഷം കൃഷി വകുപ്പിൽ ആദ്യമായിട്ടാണ് ഇത്തരമൊരു പദ്ധതി നടപ്പിലാക്കുന്നത് എന്ന് കാണാം. 3 ലക്ഷം തൊഴിൽ ദിനങ്ങൾ പ്രദാനം ചെയ്യും എന്ന് വാഗ്ദാനം ചെയ്തു. 2 ലക്ഷം നേടിക്കഴിഞ്ഞു. 1 ലക്ഷം അടുത്ത വർഷവും നേടാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്തോ ഡച്ച് കർമ്മ പദ്ധതിയുടെ ഭാഗമായി പച്ചക്കറി പുഷ്പ വിളകളുടെ ഒരു മികവിന്റെ കേന്ദ്രം സെന്റർ ഓഫ് എക്സലൻസ് 13.18 കോടി രൂപ അടങ്കൽ തുകയിൽ വയനാട് ജില്ലയിലെ അമ്പലവയലിൽ പ്രവർത്തനം ആരംഭിച്ചു എന്നത് അങ്ങേയറ്റം സ്വാഗതാർഹമായ നടപടിയാണ്. എല്ലാ കൃഷിഭവനുകളും ഘട്ടം ഘട്ടമായി സ്മാർട്ട് കൃഷിഭവനുകളാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള ത്വരിതഗതിയിലുള്ള പ്രവർത്തനം നടന്നു വരുന്നു എന്നതും ഏറ്റവും എടുത്തു പറയേണ്ടതാണ്. ഇതൊക്കെ പറയുമ്പോഴും ഇവിടെ കൃഷിക്കാരുടെ ദൈനംദിന വരുമാനത്തിൽ കാര്യമായ വർധനവുണ്ടാകുന്നില്ല എന്ന പ്രശ്നം ഗൗരവമായി ഉണ്ട്. 1976 5 ഏക്കർ കൈവശമുണ്ടായിരുന്ന ഒരു കൃഷിക്കാരന് 1400 രൂപ മാസ വരുമാനം ഉണ്ടായിരുന്നു. അന്ന് ജില്ലാ കളക്ടർ ശമ്പളം 860 രൂപയാണ്. MLAയുടേത് 300 രൂപയാണ്. മന്ത്രിയുടേത് 700 രൂപയായിരുന്നു എന്ന് കാണാം. ഇന്ന് 500 രൂപ പോലും വരുമാനം കിട്ടാത്ത സാഹചര്യങ്ങൾ ഈ കേരളത്തിലുണ്ട്. അതുകൊണ്ട് കാർഷിക രംഗത്ത് കഴിഞ്ഞ 25 വർഷക്കാലമായി നാം മുടക്കിയ മുതലും പണവും അതിൻ്റെ ഫലമായി ഓരോ മേഖലകളിലുണ്ടായിരുന്ന നേട്ടങ്ങളും പരിശോധിച്ചുകൊണ്ട് ഒരു നൂതനമായ പദ്ധതികൾ കാലഘട്ടത്തിന് അനുയോജ്യമായ രൂപത്തിൽ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന പദ്ധതികൾ തന്നെ മികവാർന്ന രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോയി ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഇവിടെ ബഹുമാന്യനായ മലപ്പുറം അംഗം സംസാരിക്കുമ്പോൾ ഒരു കാര്യം പരാമർശിക്കേണ്ടായി. ധനകാര്യമന്ത്രി ബാലഗോപാൽ CPIMന്റെ അവസാനത്തെ പതാക ഉയർത്തിയെന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രയോഗം. ബഹുമാന്യനായ മലപ്പുറം അംഗത്തോട് സൂചിപ്പിക്കാനുള്ളത് 1981 ഇടതുപക്ഷത്തെ കാലുവാരിക്കൊണ്ട് അപ്പുറം പോയി ബഹുമാന്യനായ മുഖ്യമന്ത്രി ആന്റണി മുഖ്യമന്ത്രിയായി അധികാരമേറ്റു. അദ്ദേഹം മാലോകരോട് പറഞ്ഞു 100 വർഷത്തേക്ക് ഇനി CPM അധികാരത്തിൽ വരില്ല. മുസ്ലിം ലീഗ് പ്രഖ്യാപിച്ചു ഞങ്ങൾക്ക് പങ്കില്ലാത്ത ഒരു ഭരണവും കേരളത്തിൽ നടപ്പില്ല. പക്ഷേ 1987 മുസ്ലിം ലീഗിന് പങ്കില്ലാത്തതും 100 വർഷം എന്ന് പറഞ്ഞ സ്ഥാനത്ത് 5 വർഷം കൊണ്ട് തന്നെ കേരളത്തിൽ സഖാവ് നായനാർ അധികാരത്തിൽ വന്നു എന്ന് മനസ്സിലാക്കേണ്ടതാണ്. CPIMന്റെ ചെങ്കൊടി സംരക്ഷിക്കാൻ ഞങ്ങൾക്കറിയാം. നിങ്ങളെപ്പോലെ ലീഗിന്റെ കൊടി താഴ്ത്തിക്കെട്ടു എന്ന് പറയുമ്പോൾ ആ കൊടി അഴിച്ച് കക്ഷത്ത് വെച്ച് നമ്രശിരസ്കരായി തിരിച്ചു വരുന്ന സംഭവം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. സ്വന്തം പാർട്ടിയുടെ കൊടി സംരക്ഷിക്കാനുള്ള ശേഷി കാണിക്കാത്തുള്ള പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്ന് അറിയാം. ആ നിരോധനം നിലമ്പൂരിലെത്തി. നാളെ ബഷീർ സാഹിബേ നിങ്ങൾ ഏറനാടിലും വരാൻ പോകുകയാണ്. അതുകൊണ്ട് സ്വന്തം പതാക സംരക്ഷിക്കാനുള്ള ആർജവമെങ്കിലും കാണിച്ചിട്ട് മതി CPIMനെതിരായി ഇതുപോലുള്ള വിമർശനം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ ധനാഭ്യർത്ഥനകളെ മുഴുവൻ പിന്തുണച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു.